കോയിക്ക എന്താ ഒരു വയ്യായിക പോലെ? ഒന്നും പറയണ്ട ഭാര്യ, അത് ആകപ്പാട് ഒരു അസ്വസ്ഥത, കൈയും കാലും വേദന, ഛർദ്ദിക്കാൻ വരും, എന്താന്ന് അറിയില്ല. അപ്പൊ രാവിലെ അങ്ങോട്ട് പോയപ്പോ കുഴപ്പമൊന്നും കണ്ടില്ല? ഒരു കുഴപ്പമുണ്ടാകുന്നില്ല. ഞാൻ എന്റെ മോളിലോടക്ക് പോയതാണ്, അവള് കുട്ടനാടാണല്ലോ. തിരിച്ചിങ്ങനെ ബസ്സിൽ കയറി പകുതി എത്തിയപ്പോ എനിക്ക് ആകപ്പാടെ ഛർദ്ദിക്കാൻ വരും, എന്തൊക്കെ അസ്വസ്ഥത. അയ്യോ, ഇത് നല്ല ചൂടുണ്ടല്ലോ, നമുക്ക് ആശുപത്രി പോവാ. ആശുപത്രിയിൽ പോവാടാ, പിന്നെ പോവാ. ഞാൻ കുറച്ചേരം കിടക്കട്ടെ. എനിക്ക് പതിവില്ലാതെ എന്തെങ്കിലും കഴിച്ചായിരുന്നാ? എന്ത് കഴിക്കണേ, ഞാൻ എന്റെ മോളോടെ പോയിട്ട് 2 വറ്റ ചോറ് തിന്നത്. അത് ശരി. അല്ലാണ്ട് എന്താ കഴിക്കണേ നമ്മള്? പിന്നെ അവിടുന്ന് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ ആ കുട്ടനാട് ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോ ഒരു പൂതി, അവിടെ ആംപ്ലേറ്റ് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു താറാമുട്ട ആംപ്ലേറ്റ് കഴിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഒരെണ്ണം കഴിച്ച്. എന്ത്, കുട്ടനാട്ടിൽ നിന്ന് താറാവ് ഓംലെറ്റ് കഴിച്ചെന്നാ? ഒരു ഡബിൾ ആംപ്ലേറ്റ് ഒരെണ്ണം കഴിച്ച. എന്താ പൈന്? എന്റെ പൊന്നാരിക്ക, നിങ്ങൾ എന്ത് പ്രാന്താണ് ഈ കാണിക്കണത്? നാട് മുഴുവൻ പക്ഷിപ്പനിയല്ലേ? 1.5 ലക്ഷം താറാവിനെയാണ് അവിടെ കൊന്നു തള്ളിയത്. 1.5 ലക്ഷം താറാവ് എന്ന് പറയുമ്പോ ഒരു 3 ലക്ഷം കിലോ ഇറച്ചി വരൂലേ? 10-30 കല്യാണം നടത്താലോ? കല്യാണമൊക്കെ നമുക്ക് നടത്താം. ഇക്ക പോയി കിടക്കാൻ നോക്കി, ഇത് പക്ഷിപ്പനി തന്നെയാണിത്. പശികളെ ഒന്ന് തൊട്ടിട്ടും കൂടില്ല, പിന്നെ എങ്ങനെ പനി വരുന്നിക്ക്? കോയിക്ക, പക്ഷിപ്പനി വരുന്നതിന് പക്ഷിയായിട്ട് ബന്ധമൊന്നും വേണ്ട. താറാമുട്ടയുടെ ഓംലെറ്റ് അല്ലേ ഇക്ക കഴിച്ചത്? ഓംലെറ്റ് ശരിക്കും വേഗൂല. പക്ഷിപ്പനിയുടെ വൈറസേ അതോടെ വയറ്റിലെത്തും. ആ വൈറസുകൾ ശരീരത്തിൽ രക്തധമനി കിടന്ന് കിഡ്നി, ആമാശയമൊക്കെ അടിച്ചു പോയിട്ടേ ചിലപ്പോൾ മരണം വരെ സംഭവിക്കും. എന്തൊക്കെ ഈ പറയണ ഭാര്യ, അതെന്നെ ആശുപത്രിയിൽ കൊണ്ടോളോ? ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകാം. അതിനു മുമ്പേ ഞാൻ ആ DMO ഒന്ന് വിളിച്ച് പറയട്ടെ. അതാരാണ് DMO? ജില്ലാ മെഡിക്കൽ ഓഫീസർ. ഒരു താറാവിനെ കൊന്ന് തള്ളണതിന് 200 രൂപയാണ് കിട്ടണത്. ഇത് മനുഷ്യനാവുമ്പോ ചിലപ്പോ 10-20,000 രൂപ കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാ പിന്നെ DMO വരട്ടെ, എന്നിട്ട് പോവാ ആശുപത്രിയിൽ. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. വയ്യില്ല റബ്ബേ. ഹലോ, DMO സത്യശീലൻ. എന്ത് താറാവോ? ഓംലെറ്റോ? കോയയോ? ഒരു മിനിറ്റ്, ഞാൻ പേനൊന്ന് എടുത്തോട്ടെ. പറയൂ. പുതിയ കാവിൽ നിന്ന് കിഴക്കോട്ട്, കിഴക്കോട്ടേക്ക് മാറി കുറ്റിപ്പുറം, അവിടുന്ന് വലത്തോട്ട്. ശരി, വലത്തോട്ട്. എത്ര മീറ്റർ? 100 മീറ്റർ. 100 മീറ്റർ മാറി. വീട്ടുപേര് ആറുവിള തെക്കേതിൽ കോയ 54. ഓക്കെ, ശരി. വെച്ചോളൂ. മന്മഥ, വിളിച്ചായിരുന്നു സാറേ. താൻ എവിടെ പോയി കിടക്കാനാണോ? ഞാൻ അപ്പുറത്തെ മേശപ്പുറത്ത് കിടക്കായിരുന്നു. താൻ ഇത് എവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ ആണോ? ഇവിടത്തെ. അവൻ ഇവിടെയും എത്തി. ഏവനല്ല, AVN ഇൻഫ്ലുവൻസ. അതേവൻ. H5N1. ഇപ്പൊ മനസ്സിലായോ? എന്റെ സാറേ, ഒന്ന് തെളിച്ച് പറ. പക്ഷിപ്പനി. അതായിരുന്നോ? അതിവിടെ വന്നിട്ട് കുറെ നാളായില്ലേ? നമ്മളെല്ലാം കൂടെ അതിന്റെ പേരിലല്ലേ കുറെ താറാവിനെയൊക്കെ ചുട്ടു കൊന്നത്. ഈ താറാവിനെ ചുട്ടു കൊന്ന കഥയല്ല ഇത്. പക്ഷികൾക്ക് വന്നതല്ല, മനുഷ്യന് വന്നു. മനുഷ്യനാ? കോയ 54. എന്ന് വെച്ചാൽ കോയ 54 വയസ്സ്. അതായിരുന്നോ? ഞാൻ കരുതി വലിയ പുതിയ വൈറസും ആയിരിക്കും. അല്ല, ഈ ദിവസം പുതിയ വൈറസുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ? അയാൾ കുട്ടനാട്ടിൽ നിന്നും വേവാത്ത ഓംലെറ്റ് കഴിച്ചു. എന്തിന്റെ? താറാവിന്റെ. സാധാരണ കാണുന്ന പനിയുടെ ലക്ഷണങ്ങൾക്ക് പുറമെ പക്ഷിപ്പനിയുടെ ലക്ഷണങ്ങളായ ശ്വാസം മുട്ടലും വയറിളക്കവും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് പക്ഷിപ്പനിയാണെന്ന് വേണം അനുമാനിക്കാൻ. തന്നെ. അതുകൊണ്ട് നമുക്ക് ഉടൻ പുറപ്പെടണം. സാറ് അതിനിങ്ങനെ എടുത്തിയാടരുതേ. നമ്മുടെ സേഫ്റ്റി ഗൗണൊന്നുമില്ല. അതെന്താണ് ഇല്ലാത്തത്? സാർ ഇത് എവിടുത്തെ DMO? ഞാൻ ഇവിടുത്തെ. സാറേ, 5-8 കൊല്ലം മുമ്പ് പക്ഷിപ്പനി വന്നപ്പോൾ നമ്മൾ കുറേ സേഫ്റ്റി ഗൗൺ ഇവിടെ കൊണ്ടുവച്ചു. അത് കംപ്ലീറ്റ് ഇരുന്ന് എക്സ്പയറി ഡേറ്റും കഴിഞ്ഞ് എല്ലാം തുള വീഴുന്നിരിക്കുക. താനതെല്ലാം വാരി വലിച്ച് ആ തുളയൊക്കെ ഒന്ന് തുന്നിക്കൂട്ടടോ. എന്നിട്ട് ആ സെല്ലോ ടപ്പൊക്കെ വെച്ച് ഒട്ടിക്ക്. ആ എക്സ്പയറി ഡേറ്റ് ഒക്കെ ഒന്ന് ചുരണ്ടി കളഞ്ഞാൽ മതി. നമുക്കത് PHCയിലേക്ക് വിതരണം ചെയ്യാം. അത് കൊള്ളാം. കൊള്ളാമെന്നല്ല, നമുക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യാമെന്നല്ല, ചെയ്യണം. അങ്ങനെ ചെയ്യൂ.